ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. തലശ്ശേരി സ്പെഷ്യൽ തേങ്ങാമുറി അല്ലെങ്കിൽ മുട്ട കബാബിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അതേപോലെ 2 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, കുറച്ചധികം മല്ലിയില, 3 പച്ചമുളകാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഈ മല്ലിയിലേക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാനിവിടെ 3 എടുത്തേക്കുന്നത്. ഇവിടെ മിക്സിന് ഒരു പച്ച കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിയില കുറച്ച് അധികം എടുത്തത് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാൻ ജസ്റ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് എല്ലാ സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത ആ കൂട്ടുണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ചപ്പ് മാത്രമല്ലല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പ് വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ്. അതേപോലെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സ്പൈസസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ട് വരട്ടെ. ഇതെല്ലാം കൂടി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് ഒരു 1-2 വിസിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തേങ്ങാമുറിയാക്കി മാറ്റിയെടുക്കാമെന്ന്. ഇതൊന്ന് ജസ്റ്റ് ചൂട് തണയട്ടെ, എങ്കിലേ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തേങ്ങാമുറിക്ക് കുറച്ചൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോഴിമുട്ടയുടെ കൂടെ ഇതും കൂടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കോഴിമുട്ട ഈ മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മിക്സിൽ ഒന്ന് കോഴിമുട്ട പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് പൊതിഞ്ഞെടുക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് ഇങ്ങനെ വൈദ്യുതി പോകും, അതിൽ നന്നായിട്ട് പിടിച്ച് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മൈദപ്പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കുന്നത്. അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. 2 കോഴിമുട്ട നന്നായിട്ടൊന്ന് മൈദപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാ സൈഡിലും മൈദപ്പൊടി ആവണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഒന്നും നമ്മുടെ കൂട്ട് നന്നായിട്ട് മിക്സായിട്ട് നിൽക്കില്ല. അപ്പോൾ അതാ ഞാനിവിടെ 2 കോഴിമുട്ട നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കൂട്ടിന്ന് കുറച്ച് എടുത്തിട്ട് കയ്യിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് നമ്മുടെ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ നടുവിലേക്ക് ഓരോ കോഴിമുട്ട ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി കോഴിമുട്ട ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഈ കൂട്ട് തന്നെ ബോൾസ് ആക്കിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ, എങ്കിൽ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. കോഴിമുട്ട ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ അതേപോലെ ഈ കൂട്ടിലേക്ക് കുറച്ച് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം, അപ്പോഴൊക്കെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. കോഴിമുട്ട നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കോഴിമുട്ട ഒട്ടും പുറത്തേക്ക് കാണരുത്. അതേപോലെ നല്ല കട്ടിയിൽ തന്നെ കവർ ചെയ്തിട്ട് എടുക്കുക. എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് തേങ്ങാമുറിയുടെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത് കേട്ടോ. അല്ലാതെ തേങ്ങയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കോഴിമുട്ട മിക്സിയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. നമ്മൾ സാധാരണ കട്ട്ലേറ്റിലും എല്ലാത്തിലും അങ്ങനെ തന്നെയാണോ ചെയ്യാറ്, അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക. ഞാനിവിടെ 2 തേങ്ങാമുറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 എണ്ണം അതേപോലെ ഞാൻ എടുത്തിട്ട് റസ്ക് പൊടിയിലൊക്കെ കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ റസ്ക് പൊടിയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൈകൊണ്ട് ഒന്നും കൂടി ഷേപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള റസ്ക് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം. അല്ലെങ്കിൽ ഓയിൽ അത് മാത്രം ഇങ്ങനെ വിട്ട് വരും.
അപ്പോൾ അതാ ഞാനിവിടെ 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് വലുതാണ് കേട്ടോ. നമ്മുടെ കൂട്ട് കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ മൊത്തത്തിൽ അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് വെച്ചതാണ്. ബാലൻസ് വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് കുറച്ച് വലുതായത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാമുറി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും കേട്ടോ. അതേപോലെ ഒരു സൈഡായിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് കളിച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി ടൈമൊന്നും വേണ്ട, കാരണം ഓൾറെഡി ഉള്ളിലുള്ളതൊക്കെ വെന്തതാണ്. പുറം ഭാഗം മാത്രം ഒന്ന് വെന്ത് കിട്ടാനേ ഉള്ളൂ. അപ്പോൾ അതാ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് തേങ്ങാമുറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുറം ഭാഗം. ഞാനിത് അടുത്തതും കൂടി ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. ഇത് കുറച്ച് ഹെവിയാണ് കേട്ടോ. കുറച്ച് വലിപ്പമുണ്ട്. ഒരു കോഴിമുട്ടൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഒന്ന് തന്നെ മതിയാകും ഒരാൾക്ക്. അപ്പോൾ അതാ നോമ്പിൻ്റെ ടൈമിലൊക്കെ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല ഷേപ്പിലും കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. താങ്ക് യു.